ഹലോ ഗായ്സ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ക്രാബിയിലാണുള്ളത്. ക്രാബിയിലെ സാൻഡ് റിസോർട്ട് തന്നെയാണുള്ളത്. രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ബീച്ചാണിത്. അപ്പോൾ ഈ ലോക്കൽ ബീച്ചിലേക്ക് നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള സാൻഡ് റിസോർട്ടിൻ്റെ പ്രൈവറ്റ് ബീച്ചിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം. അടിപൊളി വെള്ളമാണ്. ഇത് കണ്ടോ, നല്ല കിട്ടിലും വെള്ളമാണ്. നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വൈറ്റ് നല്ല വ്യൂ ആണ്. കേട്ടോ, ഗംഭീര വ്യൂ ആണ്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ഇവിടെ ഒരു ലവ് ഉണ്ട്. ഓക്കെ, ഊഞ്ഞാൽ കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം. അടിപൊളി 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 ഗംഭീര ഊഞ്ഞാലുണ്ട്. നമുക്ക് ഊഞ്ഞാലാണോ? ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയും കിട്ടുമോ? ഇതെല്ലാം നമ്മളെ ക്രാബി തന്നെ വരണം. തായ്ലൻഡിലെ ക്രാബി. നമ്മളിത് അബിയുണ്ട്, അഭിപ്രതുണ്ട്. സംക്രാന്ത് ഫെസ്റ്റിവലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംക്രാന്ത് ഫെസ്റ്റിവലിനെ പറ്റി പറയുകയാണെങ്കിൽ തായ്ലൻഡിൽ ന്യൂ ഇയർ ആണ്, വാട്ടർ ഫെസ്റ്റിവലാണ്. നമ്മുടെ നാട്ടിൽ വിഷു ആണല്ലോ ഇന്നലെ. ഇന്ന് അധികം പേര് വിഷു ആണെന്നുണ്ടല്ലേ. അതേ ദിവസം തന്നെയാണ് ഇവിടുത്തെ സംക്രാന്ത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളി വെള്ളമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. നോക്കാം എന്താണെന്ന് നോക്കാം. ഇത്ര നല്ല വെള്ളം എവിടെയും കിട്ടുമോ? അടിപൊളി അടിപൊളി അടിപൊളി. നടന്നു വരണോ? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. വെള്ളം നല്ല അടിപൊളി വെള്ളം, അടിപൊളി വെള്ളം കേട്ടോ. ഇതാണ് വെള്ളം. അടുത്ത അബി ഊഞ്ഞാലാടുന്നുണ്ട്. അടിപൊളി, കണ്ട ഗംഭീരമാണ്. പിന്നീട് അടിപൊളിയല്ല. അബി ഊഞ്ഞാലടിക്കാണ്. വെള്ളം നോക്കി, എന്ത് മനോഹരമായ വെള്ളം. അടി കാണുന്ന നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വൈറ്റ് കളറാണ്. ഇത് വൈറ്റ് സാൻഡ് ബീച്ച് അല്ല, ഇത് വൈറ്റ് സാൻഡ് ബീച്ചാണ് കേട്ടോ. അടിപൊളിയാണ്. എന്താ അപ്പുറത്ത് വേറെ ഊഞ്ഞാലുണ്ട്. കണ്ട, നിങ്ങൾ കണ്ട ഈ വെള്ളം കണ്ട, എന്ത് മനോഹരമായ വെള്ളമാണ്. ഉള്ളിൽ കാണാൻ പറ്റും. കണ്ട, കാലം കാണാൻ പറ്റും. ഓ സൂപ്പർ. സൈഡിൽ നല്ല തെങ്ങലുണ്ട് കേട്ടോ, തെങ്ങ് വെച്ചിട്ടുണ്ട്. ഗംഭീരം. ഇങ്ങനെ നടക്കാം. നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റും. പക്ഷേ അറിയില്ല, നോക്കണം അങ്ങോട്ട് നടക്കാൻ പറ്റുമോ, എത്തുമോ, നടക്കാൻ പറ്റുമെന്ന് അറിയാം. അങ്ങനെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ, ഗംഭീര ബോട്ട്. അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ടൊരു ബോട്ട് പോകുന്നുണ്ട്. നല്ല ഗംഭീര ബോട്ടാണ് പോകുന്നത്. അപ്പുറത്ത് അതേപോലെ തന്നെ വേറെ റിസോർട്ടുണ്ട്. അപ്പുറത്ത് വേറെ റിസോർട്ടുണ്ട്, ബോട്ട് ഇപ്പുറമുണ്ട്. ഉണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കാം കേട്ടോ. അവിടെ നല്ലൊരു കണ്ടൽക്കാട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. നമുക്ക് നോക്കാം അങ്ങോട്ടാണ്. അവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് നോക്കാം എത്രത്തോളം പോകാൻ പറ്റുന്നു അങ്ങോട്ട്. നമ്മളിങ്ങനെ നടന്ന് ഇടമ്പിലെത്തി. പൊടി കല്ലുണ്ട്, ചെറിയ കല്ലുണ്ട്. കാല് കയറി നോക്കണം എന്തായാലും. വീണ്ടും ഗംഭീരമാണ് കേട്ടോ. എല്ലാവരും വരിക. ക്രാബി ഏകദേശം ബാങ്കോക്കിൽ നിന്ന് 800 കിലോമീറ്റർ മാറിയിട്ടാണ് ക്രാബി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ ബീച്ചിലേക്ക് കയറാം. നമുക്ക് നോക്കാം അടുത്ത ബീച്ചിലേക്ക്. നമ്മളിങ്ങനെ നടന്ന് പോവാം. ഉണ്ടോ, ഇതിങ്ങനെ നടന്നിട്ട് ഇതെല്ലാം ഓരോ റിസോർട്ട് കാണാം, പ്രൈവറ്റ് റിസോർട്ട് കാണാം.
അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബീച്ചുമാണിത്. സൗണ്ടാണ് കാടിൻ്റെ റെസ്റ്റ്. വിളിക്കണ്ട. കുറേ ആൾക്കാർ മ്യൂസിക്കെല്ലാം പ്ലേ ചെയ്യുന്നുണ്ട്. അടിപൊളി. അവിടെ നല്ലൊരു ചെറിയ ഐലൻഡ് ഉണ്ട്. പാറ തന്നെയുണ്ട്, നല്ല ഗംഭീര പാറ. ഒരു നല്ല അടിപൊളി പാറയുണ്ടല്ലോ. കുറേ ആൾക്കാർ മ്യൂസിക് വാദിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തിരമാല വന്നിട്ട് വെള്ളത്തിലടിച്ചു. അടിപൊളി. ഇവിടെ നല്ല മാറുകയും കൂടാ. ഗംഭീരല്ല കേട്ടാ. ഇത് സാധാരണ നോർമൽ ബീച്ചാണ് തായ്ലൻഡിലെ. ഇനിയും നല്ല നല്ല ഗംഭീരമായ ഐലൻഡുകളുണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇവിടെ കുറേ ഇതുണ്ട്, ചപ്പും ചോറും വന്നിട്ടുണ്ട്. ആ മരത്തിൻ്റെ തന്നെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഈ ഇവിടെ വേറെ റിസോർട്ട് ഉണ്ടോ? ഇവിടെ നിന്നൊക്കെ ഡയറക്റ്റ് കടലിലേക്കുള്ള വ്യൂ ആണ്. ഓരോ ആൾക്കാർ അവരെ സോങ്ഗ്രാൻഡ് ഹോളിഡേയ്സ് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് എൻജോയ് ചെയ്യുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടോ, ഒരു പൊതുവെ തായ്ക്കാർ പൊതുവെ അങ്ങനെയാണ്. സോങ്ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ 4 ദിവസം ഹോളിഡേ ആണ് ഇവിടെ, ലോങ് ഹോളിഡേ ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുള്ള് എൻജോയ് ചെയ്യുക, പ്രൈവറ്റ് ബീച്ചിൽ എൻജോയ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്നതിന് കോവിഡൊന്നും ഇഷ്യൂസൊന്നും വരാൻ പോകുന്നില്ല. നമ്മൾ കൂടുതൽ റഷായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. രക്ഷയില്ല, വിചാരിക്കുന്നില്ല. ഞാൻ വെച്ച് ചില സ്ഥലങ്ങൾ മാത്രമേ ഇതിൻ്റെ ഇവിടെ നല്ല ഉണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് പോലെ അവസ്ഥയാണ്. ഓണം ചെറിയ ചെറിയ കാല് ചെറുതായിട്ട് അത്ര സമയമുണ്ട്. അത് ചെല്ലാണല്ലേ. അടിപൊളി. ആ സൈഡ് വീടെല്ലാം ഉണ്ടല്ലോ, റിസോർട്ടാണല്ലോ വീടാണ്. നല്ല ഉപ്പുണ്ട്, നല്ല ഉപ്പുണ്ട്. അതാണ് തല ഉപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കയറാം റിസോർട്ടിലേക്ക്. ഈ ഊഞ്ഞാല ഗംഭീരം. നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ഉച്ചയ്ക്ക് ഹോങ് ഐലൻഡിൻ്റെ കാഴ്ചകൾ നമുക്ക് പിന്നെ കാണാം.